രണ്ടാം തവണയാണ് പാലക്കാട് റെയിൽവേ ഡിവിഷനെ കേന്ദ്ര റെയിൽവേ ബോർഡ് വെട്ടിമുറിക്കുന്നത്. സേലം ഡിവിഷൻ രൂപീകരിക്കാനാണ് മുമ്പ് പാലക്കാട് ഡിവിഷനെ വേർതിരിച്ചതെങ്കിൽ ഇത്തവണ പ്രാദേശിക അതിർത്തിയുടെ അടിസ്ഥാനത്തിലാണ് വിഭജനം. ഇതോടെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ റെയിൽവേ ഡിവിഷനായി പാലക്കാട് മാറും. ടിക്കറ്റ് വരുമാനത്തിൽ മുൻപന്തിയിലുള്ള ഡിവിഷൻ എന്ന പ്രത്യേകതയും നഷ്ടമാകും. മംഗളൂരുവിലെ 2 സ്റ്റേഷൻ ഉൾപ്പെടുന്ന വെറും 18 കിലോമീറ്റർ അടർത്തിയെടുക്കാൻ മാത്രമായൊരു ഡിവിഷൻ വിഭജനം. പ്രാദേശികമായ അടിസ്ഥാനത്തിലോ സംസ്ഥാന അതിർത്തികളുടെ അടിസ്ഥാനത്തിലോ ഒരിക്കലും റെയിൽവേ ചെയ്യാത്ത വിഭജനമാണ് പാലക്കാട് ഡിവിഷനിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. പുതിയ വിജ്ഞാപനം വഴി ഉള്ളാൽ വരെ 351 കിലോമീറ്ററും പാലക്കാട് പൊള്ളാച്ചി പാത 58 കിലോമീറ്ററും ഷൊർണൂർ നിലമ്പൂർ പാതയുടെ 68 കിലോമീറ്ററും ചേർത്താൽ ലഭിക്കുന്ന 582.7 കിലോമീറ്ററായി പാലക്കാട് ഡിവിഷൻ ചുരുങ്ങും. 17 സോണുകളായി 68 ഡിവിഷനുകളുള്ള റെയിൽവേയുടെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ഡിവിഷനായാണ് പാലക്കാട് മാറുക. പശ്ചിമ റെയിൽവേ ഡിവിഷൻ ഉൾപ്പെടുന്ന പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ഡിവിഷനാണ് നിലവിലെ ഏറ്റവും ചെറുത്. പക്ഷേ റവന്യൂ വരുമാനത്തിൽ ഏറ്റവും വലുതാണിത്. ദില്ലി ഡെറാഡൂൺ മേഖലയിലെ സുശക്തമായ ചരക്ക് നീക്കത്തിന്റെ കേന്ദ്രമാണ് 413 കിലോമീറ്റർ റൂട്ടുള്ള പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ഡിവിഷൻ. 31,000 കോടി വരുമാനമുള്ള പശ്ചിമ റെയിൽവേ സോണിലെ 710 കോടി രൂപയും നൽകുന്നത് ഈ ഡിവിഷനാണ്. പക്ഷെ പാലക്കാടാകട്ടെ ഉള്ള വരുമാനവും ഇല്ലാതായിരിക്കുന്നു. മംഗളൂരു എടുത്തു മാറ്റിയതിലൂടെ വീണ്ടും ചുരുങ്ങിയ പാലക്കാട് ഡിവിഷന് പ്രതിവർഷം മാത്രം 1,100 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. റൂട്ടിലും വരുമാനത്തിലും ചെറുതാകുന്ന പാലക്കാടിലേക്ക് പുതിയ ട്രെയിനുകൾ അനുവദിക്കാനുള്ള സാധ്യത ഇതോടെ ഇല്ലാതാകും. ഇനി ആകെയുള്ളത് തിരുവനന്തപുരം ഡിവിഷനാണ്. പാലക്കാട് വിഭജിച്ചതുപോലെ പ്രാദേശികമായ സംസ്ഥാന അതിർത്തി പരിഗണിച്ച് വിഭജിച്ചാൽ തെക്കൻ തമിഴ്നാട് തന്നെ പ്രത്യേകമാവുകയും ഇന്ത്യയുടെ റെയിൽവേ ഭൂപടത്തിൽ നിന്ന് കേരളം ഇല്ലാതാവുകയും ചെയ്തേക്കാം. കൈരളി ന്യൂസ്, പാലക്കാട്.